പുതിയാപ്പിളിനെ മാത്രമാണ് അവൻ തിരക്കടില്ല. ലജ്ജയില്ലേ ലജ്ജയില്ലേ? അവനവന്റെ ഭാര്യയെ ലജ്ജയില്ലടോ. നിന്റെ ഓള് ആരാണ് കാണിച്ചു കൊടുക്കണം? നിന്റെ ഭാര്യയെ അന്യരത്തിനെ കാണിക്കാൻ അള്ളാഹ് അനുവാദം തന്നിട്ടുണ്ടോ? നീ ചെയ്യുന്ന പണി എന്താ? ഓനെങ്ങനെ ഞാൻ എന്റെ നാട്ടുകാരോട് പറയാം, മലപ്പുറക്കാരോട് സധൈര്യം പറയാലോ, കാരണം കേൾക്കില്ല. അവരെ കേൾക്കാത്തത് കൊണ്ട് സധൈര്യം പറയാമല്ലോ. ഓനെങ്ങനെ വന്നിട്ട് ആരെ നിന്റെ ഓളെ മുഖത്തിന്റെ അടുത്ത് വന്നിട്ട് എടോ ഓനിങ്ങനെ നോക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഓനിതിങ്ങനെ എടുക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കവളവൻ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? എടാ നിന്റെ ഭാര്യ തലയിലിട്ടിട്ടുണ്ടോ? ആ തല കാണിക്കൽ ഹറാമല്ലേ? ഇത് നീ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കല്ലേ? ഈ തമ്മാടിത്തരത്തിന് പണം ചെലവഴിച്ച അള്ളാന്റെ അതാബ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത്ഭുതം. അള്ളാന്റെ അതാബ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത്ഭുതം. കല്യാണം കഴിഞ്ഞു വാപ്പാക്ക് 2 മാസം കഴിഞ്ഞപ്പോ ക്യാൻസറാ, ഓനെ തലക്ക് ട്യൂമറാ. എങ്ങനെയോ ട്യൂമർ വരാതിരിക്കാം? എങ്ങനെ ട്യൂമർ വരാതിരിക്കും? സമ്പത്ത് ദുർവിനിയോഗം ചെയ്യല്ലേ? ഈ സമ്പത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ വീടിന്റെ അടുത്തില്ലേ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ 30 ലക്ഷത്തിന്റെ ഒരു കല്യാണം. അതേ ദിവസം എനിക്കൊരു അനുഭവമുണ്ട്. എന്താ അനുഭവം? 30 ലക്ഷത്തിന്റെ കല്യാണം പൊടിക്കുന്നുവെന്നറിഞ്ഞ അതേ ദിവസം പിറ്റത്തെ ദിവസം, അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം, അതേ ദിവസം വേറെ കല്യാണം നടക്കേണ്ട. ആ കല്യാണത്തിന്റെ ആൾ പിറ്റേ ദിവസം സുബൈ നമസ്കരിക്കാൻ പണ്ടിയാണ്. സുബൈ നമസ്കരിക്കാൻ വന്നു. സുബൈ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദുആ കഴിഞ്ഞ ഒരു ക്ലാസ് എടുക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ സമയത്ത് ആ മനുഷ്യൻ വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് 2 കണ്ണൊന്നും വെള്ളം ഇങ്ങനെ നിറച്ച് കണ്ണൊഴുക്കിയിട്ട് പറഞ്ഞു, സാറേ ഇന്നലെയൊന്നും എൻ്റെ മോളെ കല്യാണം, ഞാൻ കുടുംബക്കാരൊക്കെ വന്നാൽ എൻ്റെ വിഷയക്കെട് തീരും എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ആകെ കിട്ടിയത് 80,000 രൂപയെ. ജ്വല്ലറിക്കാരന് ഞാൻ മറ്റന്നാൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. കൊടുത്തില്ലെങ്കിൽ എൻ്റെ പുതിയാപ്പള്ളിയുടെ മുമ്പിൽ വന്നവൻ പൊന്നൂരി പോകും മകളുടെ കഴുത്ത് നിന്ന്. നിങ്ങൾ ചിന്തിക്കണം, 30 ലക്ഷം ഉറുപ്പിക ഒരു സ്ഥലത്ത് വേസ്റ്റ് ആകുമ്പോൾ മറ്റൊരു കണ്ണിന് അതിൻ്റെ തൊട്ടടുത്ത്. അള്ളാഹു വിടൂല, റബ്ബ് വിട. നമുക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ വെറുതെ? അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു തന്നതാരാ? നല്ല സൽക്കർമ്മം ചെയ്യുന്നവരാരാ, നന്മ ചെയ്യുന്നവരാരാ, മോശം ചെയ്യുന്നവരാരാ എന്ന് തിരിച്ചറിയാൻ തന്നെയാണ്. നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതല്ല, ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. ഞാൻ സക്കാത്ത് ഒന്നും പറഞ്ഞെത്തൂലല്ലോ. സക്കാത്ത് പിന്നെ വസ്ത്രത്തിലോ ഭക്ഷണത്തിനോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. മാരക രോഗങ്ങൾ സമ്മാനിക്കാനുള്ള ഒരു കാരണം ഇതന്നെ, ഭക്ഷണത്തിലെ ദുർവിനിയോഗം. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുകയാണ്. അല്ലാഹുവേ മാരക രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ റബ്ബേ. അങ്ങനെ വല്ല രോഗത്തിന്റെയും അണുക്കണം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീ നിർമാർജനം ചെയ്യണേ നിർമാർജനം ചെയ്യണേ കല്യാണത്തിന് അന്ന് മാത്രമാണെങ്കിൽ തിരക്കടില്ല, അന്ന് എടുത്തിട്ട് പിന്നീട് ഒരു പടി കൊടുക്കുക. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ ഞാൻ ഈ കല്യാണത്തിന് വീഡിയോ എടുക്കണേന് അങ്ങനെ ഞാൻ പണ്ടങ്ങനെ എതിരല്ലേന്നു. കാരണം എനിക്കിതിൻ്റെ വസ്തുത അറിയില്ല, അന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനോട് ഒരു കേസറ്റ് കൊടുത്ത് കാണിച്ചു തന്നപ്പോഴല്ലേ എനിക്കിതിൻ്റെ കഥ മനസ്സിലാകും. ഒരു ചെറുപ്പക്കാരൻ്റെ കേസറ്റ് കൊടുത്ത് കാണിച്ചു എന്നോട് അതെ മംഗളത്തിന് കേസറ്റ് എടുക്കൽ ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കിയെന്ന്. അത് കണ്ടുനോക്കുന്ന സമയത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഈ പെണ്ണിനെ മാറ്റിക്കൂലേ അല്ലേ പെണ്ണിനെ നിക്കാഹൊക്കെ പിടിച്ച് നല്ല കാലിയാറൊക്കെ പിടിച്ചെടുത്തു. എന്നിട്ട് കാലിയാറ് നിക്കാഹൊക്കെ മുമ്പിൽ വെക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലേക്കൊക്കെ മറ്റത് എന്താ ഈ തമ്മാടിത്തരത്തിലൊക്കെ ലൈസൻസ് ഇയാളുടേതാണെന്ന് വരുത്തി തീർക്കാനാണോ? ഇയാളുടേതാണെന്ന് വരുത്തി തീർക്കാനാണോ? അല്ലാഹു പൊരുത്തപ്പെടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഇവർ കാണിച്ച ആ കേസറ്റ് ഞാൻ കണ്ടപ്പോഴാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കി. എന്താ പറയുക, ഈ കുട്ടിയെ മാറ്റിക്കുന്ന രംഗം പോലും പിടിക്കുന്നത്, കുട്ടിക്ക് മാറ്റിച്ച് സാരി ഉടുത്തു കൊടുക്കുന്നത്, മുടിയിൽ പിന്നുകുത്തുന്നത്. കേൾക്ക്, ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മൾ. പിന്നു കുത്തി കൊടുക്കുന്നത് ഈ കുട്ടിയെ മാറ്റിക്കുന്ന ഓരോ രംഗവും. എന്നിട്ടോ ഞാൻ ചിലരോട് ചോദിച്ചു കേസറ്റ് എന്തിനാ പിടിക്കണത്? എന്നോട് ഞാൻ അറബിക്ക് കാണിച്ചു കൊടുക്കാനാണ്. അറബിക്ക് എൻ്റെ ഓളെ കാണിച്ചു കൊടുക്കാനാണ്. എൻ്റെ ഓളെ അറബിക്ക് കാണിച്ചു കൊടുക്കാനാണ്. അല്ലാഹു വിടില്ല.
تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى وعن علمه فيما فعل فيه وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلى لا تزول قدم عبد يوم القيامة ഒരടിമയുടെയും രണ്ടു കാൽപാദങ്ങളും ഒരടി പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. അവന്റെ ആയുസ് എന്തിനാണ് ചെലവഴിച്ചതെന്ന് അവനോട് അല്ലാഹു ചോദിക്കും. അതിന് മറുപടി പറയാതെ അവൻ അറിഞ്ഞ ഇൽമു കൊണ്ട് അവൻ എന്ത് ചെയ്തുവെന്ന് ചോദിക്കും. മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവന്റെ സമ്പത്തിനെ കുറിച്ച് അവനോട് ചോദിക്കും. എങ്ങനെയാണ് ആ പണം ഉണ്ടാക്കിയത്? എന്തിനാ ചെലവഴിച്ചതെന്ന് അല്ലാഹു ചോദിക്കും. ഉത്തരം പറയാം. അല്ലാഹു ബോധം നൽകട്ടെ, ബോധം നൽകട്ടെ. അറിഞ്ഞാ പിന്നെ നമ്മൾ മാറണം, അറിഞ്ഞാൽ നമ്മൾ മാറണമല്ലോ. അല്ലാഹുവേ, ഹൃദയത്തിലേക്ക് നീ വെളിച്ചം കടത്തി തരണേ അല്ലാ. വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറയണം. വസ്ത്രം എന്തിനാണ്? വസ്ത്രം എന്തിനാണ്? എന്തൊന്നില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യായോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യായോ? കുറച്ച് ആൾക്കാരില്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യായോ? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമായോ? അത് ആയിട്ടില്ല അല്ലേ? അതായിട്ടില്ല. നമ്മളെടുത്തുണ്ടോ? നമ്മൾ വസ്ത്രം എന്തിനാണ്? മറക്കണോ? എന്ത് മറക്കാൻ? ഔറത്ത് മറക്കാൻ. വസ്ത്രം എന്തിനാണ്? ഔറത്ത് മറക്കാൻ അല്ലേ? അന്ന് വസ്ത്രം എന്തിനാ? ഔറത്ത് മറയാതിരിക്കാൻ, ഔറത്ത് മറയാതിരിക്കാൻ അല്ലേ? ചില പള്ളിയിലൊക്കെ പോയൊക്കെയാണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയൊക്കെ എന്നോട് മാഷ് പറഞ്ഞു, എൻ്റെ പരിചയത്തിൽ മാഷ് ഇടയ്ക്കൊക്കെ തമാശ എന്നാണ് എന്നോട് ചോദിച്ചത്, എപ്പോഴും ആൾക്കാരെ മുമ്പിൽ തന്നെ നിന്നാ പോരാ, ഇടയ്ക്കൊക്കെ ഒന്ന് ബാക്കിൽ നിന്ന് മുമ്പിൽ നിൽക്കാൻ തന്നെ എന്താ അറിയും? ഇമാമായിട്ട് നിൽക്കാൻ അല്ലേ? ഇമാമാണോ? എന്നോടൊക്കെ പണ്ടൊരു മുക്രി ചോദിച്ചു, സമയം ചെയ്യാറായില്ല അല്ലേ? എവിടെ എത്തിയില്ല വിഷയം. ഞാൻ സക്കാത്ത് പറയാനാ വന്നത്. ഞാൻ തൽക്കാലം ഇത് കൂട്ടിയേക്കും. സക്കാത്ത് നമുക്ക് പിന്നെ പറയാം. സക്കാത്ത് എന്നുള്ള വിശദങ്ങൾ കടന്നില്ലേ? വിനിയോഗവും ദുർവിനിയോഗം. വിനിയോഗിക്കേണ്ടത് എവിടെയെന്ന് ഇപ്പൊ പറഞ്ഞു വരുന്നുള്ളൂ. അതിലിപ്പോ ഭക്ഷണം, വസ്ത്രം വന്ന് ഇനി ബാക്കി പറയട്ടെ, ബാക്കിയൊക്കെ പറയട്ടെ. ഭവനം പറയാനുള്ളതാണ്. ഭവനത്തിൽ വിനിയോഗിക്കേണ്ടത് എങ്ങനെ, ദുർവിനിയോഗമാകുന്നത് എങ്ങനെ പറയട്ടെയാ ഒക്കെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതാണ് പൂർത്തിയാക്കി പറയാം.